കിംസ് ആരോഗ്യകാര്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമിതവണ്ണം അഥവാ ഒബേസിറ്റി ഇന്ന് സ്ഥിരം കണ്ടുവരുന്ന ഒരവസ്ഥയാണ് പലരിലും. ഒരുപാട് പേർക്ക് വിഷാദ രോഗങ്ങളും മാനസികമായ വിഷമങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ഈ അമിതവണ്ണത്തെക്കുറിച്ചാണ് ഇന്ന് ആരോഗ്യകാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കിംസ് ഹോസ്പിറ്റലിലെ ഒബേസിറ്റി സർജറി വിഭാഗം തലവനായ ഡോക്ടർ ഷാഫി അലി ഖാനാണ്. അദ്ദേഹത്തെ നമുക്ക് കിംസ് ആരോഗ്യകാര്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കട്ടെ, ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നത് ഇന്ന് പലരിലും വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ശരിക്കും അമിതവണ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അമിതവണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ ഇപ്പം ഒരു വ്യക്തിക്ക് അയാളുടെ ശരീരഭാരം അദ്ദേഹത്തിൻ്റെ ഉയരത്തിന് റിലേറ്റഡാണ് ബേസിക്കലി. അപ്പം അതിനൊരു കണക്കുണ്ട്, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് നമ്മൾ പറയും. അതായത് ഈ ശരീരഭാരവും ഉയരവും തമ്മിലുള്ള ബന്ധമാണത്. ശരീരഭാരം കിലോഗ്രാമിൽ അളന്ന് ഉയരം മീറ്ററിൽ കണക്കാക്കി അത് കൂട്ടാനുള്ളൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ ബോഡി മാസ് ഇൻഡെക്സ് ഒരു ലെവലിൽ മുകളിൽ പോകുമ്പോഴാണ് നമ്മൾ അമിതവണ്ണം എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാരെ ഡിവൈഡ് ചെയ്യുന്നത് നോർമൽ വെയ്റ്റ്, പിന്നെ ഓവർ വെയ്റ്റ്, പിന്നെ ഒബിസിറ്റി എന്ന് പറയും. ഒബിസിറ്റി തന്നെ വീണ്ടും ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന രീതിയിൽ അമിതവണ്ണത്തിൻ്റെ ഓരോ അളവുകളുണ്ട്. ഇതിനാണ് ബേസിക്കലി അമിതവണ്ണം എന്ന് പറയുന്നത്. ഈ ബോഡി മാസ് ഇൻഡെക്സ് കൂടാതെ നമ്മുടെ വയറിൻ്റെ വ്യാസം, അതായത് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എന്ന് പറയും, വേസ്റ്റിൻ്റെ അളവ്, നമ്മുടെ ഇടുപ്പിൻ്റെ അളവ്, ഇത് തമ്മിലുള്ള ബന്ധം, പിന്നെ ശരീരത്തിലുള്ള ഫാറ്റ്, ബോഡി ഫാറ്റ് അനാലിസിസ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് അമിതവണ്ണം കണക്കാക്കുന്നത്. അമിതവണ്ണം എന്ന് പറയും, അതാണ് ശരിക്കും അമിതവണ്ണം എന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കാരണങ്ങൾ, അമിതവണ്ണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? എങ്ങനെയാണിത്, എങ്ങനെയുള്ളവരിലാണ് അമിതവണ്ണമൊക്കെ വരുന്നത്? അമിതവണ്ണം ആരിലും വരാം. കുട്ടികളിലുണ്ടാകാം, മുതിർന്നവരിലുണ്ടാകാം, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ ഉണ്ടാകാം. അമിതവണ്ണത്തിന് പ്രധാനമായിട്ടുള്ള കാരണം അമിത ആഹാരം തന്നെയാണ്. അമിത ആഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കഴിക്കുന്ന ആഹാരമാണോ അതോ അല്ലെങ്കിൽ? അതായത് ഏതൊരാൾക്കും ഓരോ ദിവസവും കിട്ടേണ്ട ഒരു ആഹാരത്തിൻ്റെ, അതായത് കാലറിയുടെ ഒരു അളവുണ്ട്. അത് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എന്ന് പറയും. ഇപ്പം 1000 കാലറി ഒരു പക്ഷേ ആവശ്യമുള്ള ഒരാൾ 1100 കാലറി കഴിക്കുകയാണെങ്കിൽ ആ 100 കാലറി ഫാറ്റായിട്ട്, കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു ചേരുകയാണ്. അപ്പോൾ ഇത് കാലക്രമേണ അമിതവണ്ണത്തിലേക്ക് മാറാം. അപ്പോൾ പ്രധാനമായിട്ടുള്ളത് അമിത ആഹാരം തന്നെയാണ്. രണ്ടാമത് വ്യായാമക്കുറവ്. ഇപ്പോഴത്തെ ജീവിത രീതി പ്രധാനമായിട്ടും സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. കൂടുതൽ ആൾക്കാർ പുറത്ത് പാടത്തോ അല്ലെങ്കിൽ മേലനങ്ങിയുള്ള ജോലികൾ ചെയ്യുന്നില്ല. ഓഫീസ് വർക്കും വളരെ റിലാക്സ്ഡ് ജോലികളുമാണ്. കുട്ടികൾ പോലും പുറത്തു പോയി കളിക്കുന്നില്ല. ഇപ്പോൾ കമ്പ്യൂട്ടറും വീഡിയോ ഗെയിംസും വെച്ച് വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് ശരീരം അനങ്ങാത്ത രീതിയിലുള്ള കളികളും എൻ്റർടൈൻമെൻറ്റുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അമിതവണ്ണത്തിന് കാരണം. പിന്നീട് ചില മാനസിക പ്രശ്നങ്ങൾ, മാനസിക പിരിമുറുക്കം, ഇതെല്ലാം അതിന് സ്ട്രെസ്സും അമിതവണ്ണത്തിന്, സൈക്കോളജിക്കൽ സ്ട്രെസ്സും അമിതവണ്ണത്തിന് ഒരു കാരണമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിപ്പം ആരിലെല്ലാമാണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. സ്ത്രീകൾക്ക് വരാം, പുരുഷന്മാർക്ക് വരാം, കുട്ടികൾക്ക് വരാം. അതിൻ്റെ കാരണങ്ങളും ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ശരിക്കും എന്താണ് ഈ അമിതവണ്ണം കൊണ്ട് നമ്മൾ ഉണ്ടായേക്കാവുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ? നമ്മൾ പറയുന്നല്ലോ അമിതവണ്ണം എന്ന് പറയുമ്പോൾ കാഴ്ചയിൽ ചിലപ്പോൾ ഇച്ചിരി വണ്ണം ഉണ്ടെന്ന് തോന്നിക്കാം. ശരിക്കും ഇതിനകത്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സീരിയസ് ഉണ്ടാകുന്നുണ്ടോ? സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, വളരെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾ തൊട്ട് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാം. ഈ അമിതവണ്ണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ഓരോരുത്തരും വ്യത്യാസമായിട്ടാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. വെറുതെ കാണാൻ അല്പം വണ്ണം കൂടുതൽ ഉള്ളവരെ അമിതവണ്ണം എന്ന് നമുക്ക് പറയാനാവില്ല. അതിന് ഞാൻ ഈ പറഞ്ഞ പോലെ അത് കണക്കാക്കണം. വണ്ണം ശരിക്കും കണക്കാക്കി ഒരു ലെവലിന് മുകളിലെത്തുമ്പോഴേ അമിതവണ്ണം ആവുള്ളൂ. അമിതവണ്ണം മൂലം പ്രധാനമായിട്ട് ആദ്യമേ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് സൈക്കോളജിക്കൽ പ്രശ്നം, മാനസിക വിഷമങ്ങൾ. അതായത് ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ സ്കൂളിൽ ഒരുപക്ഷെ കൂട്ടുകാർ കളിയാക്കാം. അതുപോലെ തന്നെ പുറത്ത് മുതിർന്നവരിലും അതുപോലെ അവർക്ക് തന്നെ ഒരു സ്വയം പൊണ്ണത്തടിയെന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ചില ആളുകളിൽ സൂയിസൈഡ് വരെയും കൊണ്ടെത്തിക്കുന്നൊരു ഇത് കണ്ടിട്ടുണ്ട്. മെഡിക്കൽ പ്രോബ്ലംസ് ഒരുപാടുണ്ടാകാം അമിതവണ്ണം മുതൽ. അമിതവണ്ണം ഉണ്ടാക്കുന്നതിന് ചില അടിസ്ഥാനപരമായിട്ടുള്ള മെഡിക്കൽ പ്രോബ്ലംസ് കൊണ്ട് അമിതവണ്ണം വരാം. അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവ്, ശരീരത്തിലെ വേറെ ചില ഹോർമോണുകളുടെ കൂടുതലും കുറവും കൊണ്ടും ഒക്കെ വരാം. അപ്പോൾ അമിതവണ്ണം ഉള്ളവർക്ക് വേറെ അണ്ടർലൈൻ മെഡിക്കൽ കണ്ടീഷൻ, അതായത് അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ അമിതവണ്ണം തന്നെ ഈ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാം.
അതായത് നമ്മൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വണ്ണം കൂടുതലുള്ള ഒരാൾക്ക് ആക്ടിവിറ്റി ലെവൽ കുറയും, നടക്കുമ്പോഴേ കിതപ്പ്, ശ്വാസം മുട്ടൽ, ബോഡിയുടെ എല്ലാ ഓർഗൻസും സ്ട്രെസ്ഡ് ആണ്, അതായത് അതിന് കൂടുതൽ ഭാരം വഹിക്കുകയാണ്. ഹൃദയമാണെങ്കിലും ലങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സന്ധികളാണെങ്കിലും. അപ്പം ജോയിൻറ്റ് പെയിൻ, സന്ധി വേദനകൾ ഉണ്ടാകാം, തേയ്മാനം പെട്ടെന്ന് വരും. അതുപോലെ തന്നെ ഡയബറ്റിസ്, പ്രഷർ, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ്, ഹാർട്ട് പ്രോബ്ലംസ്, പിന്നെ ഫെർട്ടിലിറ്റി, അതായത് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ്, കുട്ടികളുണ്ടാകുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാകാം. ശരിക്കും ഇത്രയും ഇതിനകത്ത് ഏറ്റവും രൂക്ഷമായിട്ട് വരുന്ന എനിക്ക് തോന്നുന്നു ഫെർട്ടിലിറ്റിയുടെ പ്രോബ്ലംസ് ആയിരിക്കാം. സ്ത്രീകളിലാണല്ലോ നമ്മൾ സാധാരണ ഈ അമിതവണ്ണം കൂടുതലായിട്ടും ഇപ്പോൾ കണ്ടുവരുന്നത്. അതെ, സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പുരുഷന്മാരിൽ ഒട്ടും കുറവല്ല. കുട്ടികളിൽ പ്രധാനമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് വളരെ കൂടുതലാണ്. ഒരു സർവേ നടത്തിയതിൽ ഇന്ത്യയിൽ മെട്രോസിൽ സ്കൂൾ കുട്ടികളിൽ 30% അമിതവണ്ണമുള്ള കുട്ടികളായിട്ടാണ്. അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ജങ്ക് ഫുഡിൻ്റെ ആയിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ വ്യായാമക്കുറവാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ എല്ലാവരും പുറത്ത് കളിക്കുന്ന രീതിയായിരുന്നു. ഇപ്പം ഔട്ട്ഡോർ സ്പോർട്സ് വളരെയധികം കുറഞ്ഞിട്ട് എല്ലാ ഇൻഡോർ സ്പോർട്സും ഈ കമ്പ്യൂട്ടർ ഗെയിംസും വീഡിയോ ഗെയിംസും അതിൻ്റെ മുന്നിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ പഠനത്തിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ട്. അപ്പം അതുപോലെ ഫുഡ്, ആഹാര രീതികളിലെ വ്യത്യാസം, അതൊക്കെയാണ് മെയിൻലി ഇതിനകത്ത്. ഈ കുട്ടികളെല്ലാം മുതിർന്നവരാകുമ്പോൾ ഈ 30% കുട്ടികൾ 30% അഡൾട്ട്സ് ആയിട്ട് മാറുകയാണ് ഫ്യൂച്ചറിൽ. അപ്പോൾ ഇതൊരു ഇമ്പെൻഡിങ് പ്രോബ്ലമാണത്. അപ്പോൾ ഇതെങ്ങനെ പ്രതിരോധിക്കാൻ ഡോക്ടർ? നമുക്കിതിനെ എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ചികിത്സാ രീതികളിലൂടെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഡോക്ടർ? അതായത് ഏതൊരു അസുഖം പോലെ അമിതവണ്ണം പ്രതിരോധിക്കേണ്ടത് തന്നെയാണ്. ലോകാരോഗ്യ സംഘടന ഒരു 2-3 വർഷം മുമ്പ് ഒരു പ്രമേയം ഇറക്കിയിരുന്നു. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒബീസിറ്റി ഈസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് പ്രിവെൻറ്റബിൾ കോസ് ഓഫ് ഡെത്ത് ആഫ്റ്റർ സിഗരറ്റ് സ്മോക്കിംഗ് എന്നാണ്. അതായത് പുകവലി കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധിച്ച് തടയാൻ പറ്റുന്ന മരണകാരണത്തിലൊന്നാണ് ഒബീസിറ്റി, അതായത് അമിതവണ്ണം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രിവെൻറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ട് ആദ്യം പറഞ്ഞു തന്നെയാണ്. ഒന്ന്, ഭക്ഷണ രീതിയിൽ വ്യത്യാസപ്പെടുത്തുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ടാണോ കഴിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആവശ്യത്തിന് ഭക്ഷണം നമ്മൾ കേരളീയരെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമുക്കൊരു ട്രഡീഷണൽ വേ ഓഫ് ഫുഡ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണ രീതി, ഒരു നമ്മൾ നിലനിർത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു ഭക്ഷണ രീതിയുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യത്തിലധികം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കൊഴുപ്പായിട്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതുപോലെ തന്നെ അല്ല, ചില ഭക്ഷണങ്ങളും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ കൃഷി രീതി മാറിയിരിക്കുന്നു, നമ്മുടെ ഭക്ഷണങ്ങൾ സംസ്കരിക്കുന്ന രീതി മാറിയിരിക്കുന്നു, അതിൻ്റെ പ്രിസർവ് ചെയ്യുന്ന രീതി മാറിയിരിക്കുന്നു. ഒരുപാട് കെമിക്കൽസിൻ്റെയും ഈ പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ ഉപയോഗം കൂടി. ഇതെല്ലാം പല രീതിയിലുള്ള ജനറ്റിക് വ്യത്യാസം വരെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കിംസിൽ എനിക്ക് തോന്നുന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വിശാലമായ ഒരു സെക്ഷൻ തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് ഇതിൻ്റെ ഓപ്പറേഷൻ രീതികൾ? ഇതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻ രീതികളാണ് നമ്മൾ ഇതിനെ സാധാരണ കിംസിൽ ചെയ്യുന്നത്? അതായത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ലെവൽ കഴിഞ്ഞിട്ടാണ് ഈ ഓപ്പറേഷനിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രോഗിയെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ രോഗിയെ വിടുന്ന ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്തേക്കാണ്. പ്രധാനമായിട്ട് ഇയാളുടെ ആഹാരക്രമവും കഴിക്കുന്ന ആഹാരവും അതൊക്കെ പ്രോപ്പറാണോ എന്ന് നോക്കുക. അവർ തന്നെ ഈ ശരീരത്തിലെ ഫാറ്റിൻ്റെ അളവും മറ്റും അവർ നിർണ്ണയിച്ച് തരും. നമ്മുടെ ഈ കിംസിൽ തന്നെ അങ്ങനെ ഡയറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരുടെ അടുത്ത് വിടും. അതുപോലെ തന്നെ രണ്ടാമത് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. അവർ ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ്, അതായത് വ്യായാമം അഡിക്വറ്റ് ആണോ എന്നുള്ളത് നോക്കുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ അവർ കൊടുക്കുകയും ചെയ്യും. പിന്നെ മെഡിക്കൽ വിഭാഗത്തിലെ ഡോക്ടർമാർ കാണും. അതായത് അമിതവണ്ണത്തിന് എന്തെങ്കിലും മെഡിക്കൽ കാരണങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ചില രക്ത ടെസ്റ്റുകൾ മറ്റും ചെയ്തിട്ട്, സ്കാനിങ്ങും മറ്റുമൊക്കെ ചെയ്തിട്ട് ഈ അമിതവണ്ണം ഉണ്ടാകാവുന്ന ചില അസുഖങ്ങളുണ്ട്, അവയൊന്നും ഇല്ല എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തണം. ഉണ്ടെങ്കിൽ അവയെ ചികിത്സിക്കുമ്പോൾ ഈ വണ്ണം താനേ കുറഞ്ഞോളൂ. അതുപോലെ തന്നെ രോഗിയുടെ അമിതവണ്ണം മൂലം ഉണ്ടായ രോഗങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഉണ്ടാകാം, ഹൃദയരോഗം ഉണ്ടാകാം, ജോയിൻറ്റ് സന്ധികളുടെ രോഗങ്ങളുണ്ടാകാം. അപ്പോൾ അവയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് എത്രമാത്രം ആയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് മെഡിക്കൽ ഈ പറയുന്ന പോലെ ആഹാരക്രമവും വ്യായാമവും മരുന്നുകളും കൊണ്ട് മാറാത്ത അമിതവണ്ണത്തിനാണ് ഓപ്പറേഷൻ വേണ്ടി വരുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു
അവസാനത്തെ ശരിക്കും പറഞ്ഞാൽ ഈ സർജറി എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഒരു പ്രൊസീജിയറാണ്. അതിന് മുന്നേ വേറെ ഒന്നും ചെയ്യാൻ ഇനി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് അത്രത്തോളം രൂക്ഷമായ അമിതവണ്ണമാണ്. അമിതവണ്ണം ആകുമ്പോഴാണ് നമ്മൾ ഒരു ലെവൽ പലരും എനിക്ക് തോന്നുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. ശ്രദ്ധിക്കുന്നില്ല. സർജറിയിൽ തന്നെ രണ്ട് രീതിയിലുള്ള ഓപ്പറേഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കോസ്മെറ്റിക് സർജറിയാണ്. ഇപ്പം ഈ അമിതവണ്ണം അതായത് ഒരു ആരോഗ്യ പ്രശ്നമായി മാറാത്ത അമിതവണ്ണമുണ്ട്. അപ്പോൾ അവിടെ അതൊരു വെറും ഒരു സൗന്ദര്യ പ്രശ്നമാണ് പ്രധാനമായിട്ടും. അതാ ഡോക്ടർ, എനിക്ക് ഇതിനിടയ്ക്ക് വേറെ സംശയം തോന്നിയത്, ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതും ഈ നമ്മൾ ഇവിടെ ചെയ്യുന്ന സർജറിയും തമ്മിൽ അതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അല്ല അത് വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണോ? എങ്ങനെയാണത്? അതായത് പ്ലാസ്റ്റിക് സർജറിയും ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിതവണ്ണം ഒരു ആരോഗ്യ പ്രശ്നമല്ല, ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമായി നിൽക്കുമ്പോൾ അതിന് നമുക്ക് പ്ലാസ്റ്റിക് സർജറിയാണ് ബെറ്റർ. അതായത് അടിവയറ്റിലെ കൊഴുപ്പ് മാറ്റുക, അല്ലെങ്കിൽ ഇടുപ്പിലെ കൊഴുപ്പ് മാറ്റുക. അപ്പം ഈ പ്ലാസ്റ്റിക് സർജറി കൊണ്ടൊരു ഏകദേശം ഒരു 10 കിലോയോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബോഡി ഷേപ്പിംഗ്, അതായത് ശരീര ഭംഗി നിലനിർത്താൻ പറ്റും. ഈ 10 കിലോ കുറയുമ്പോഴും ഈ ശരീര ഭംഗി, ശരീരത്തിൻ്റെ ആ ഒരു ഷേപ്പ് വ്യത്യാസം വരുമ്പോൾ തന്നെ രോഗിയുടെ മാനസികാവസ്ഥയിലും ആക്ടിവിറ്റി ലെവലിലും സോഷ്യൽ ബിഹേവിയറിലും എല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഈവൻ ഭക്ഷണക്രമം പോലും മാറ്റും. എന്താണെന്ന് വെച്ചാൽ അവർ വീണ്ടും ഒരു വണ്ണം വെച്ച് വയറ് ചാടുമോ എന്നുള്ള പേടി കൊണ്ട് അവർ ഭക്ഷണം നിയന്ത്രിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അതിൽ വരും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ അമിതവണ്ണം ഒരു ആരോഗ്യ പ്രശ്നമാകുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് പ്ലാസ്റ്റിക് സർജറി. ഒന്ന്, പ്ലാസ്റ്റിക് സർജറി വീണ്ടും ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യും. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഈ അമിതവണ്ണത്തിനുള്ള സർജറി, അതായത് ബാരിയാട്രിക് സർജറി എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഈ രോഗികൾ ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു 150 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ വണ്ണം കുറഞ്ഞ് ഒരു 70-75 കിലോ ആകുമ്പോഴത്തേക്കും ഈ തൊലിയും ചില ഭാഗങ്ങളിലൊക്കെ തൂങ്ങിക്കിടക്കും. അമിതമായിട്ടുള്ള സ്കിൻ അത്രമാത്രം സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന തൊലി വീണ്ടും പൂർവാവസ്ഥയിലാകത്തില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ വൃത്തികേട് വല്ലതും ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യാൻ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ഉപയോഗിക്കും. ഈ രണ്ട് സമയത്താണ് പ്ലാസ്റ്റിക് സർജറിയുടെ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് സർജറി ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ സർജറി ആയാലും നമ്മൾ ഈ അമിതവണ്ണത്തിന് വേണ്ടി ചെയ്യുന്ന സർജറിക്ക് പ്ലാസ്റ്റിക് സർജറി എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ഈ ബേരിയാട്രിക് സർജറി എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പി കീഹോൾ വഴി വയറിനുള്ളിൽ കടന്ന് ചെയ്യുന്ന ഓപ്പറേഷനാണ്. അതിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആമാശയത്തിൻ്റെ അളവ് ചുരുക്കുക, കുടലിൻ്റെ നീളം, അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ കുടലിലൂടെ സഞ്ചരിക്കുന്ന ആ നീളം കുറയ്ക്കുക. അത് ബൈപ്പാസ് എന്ന് പറയുന്നത്. ഈ രണ്ട് രീതിയിലാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ആമാശയത്തിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശപ്പ് കുറയും. രണ്ട്, അല്പം കഴിച്ചാൽ തന്നെ വയറ് നിറയുന്നൊരവസ്ഥ. ഇത് രണ്ടും ഉണ്ടാകും. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ അളവ് കുറയും. ക്രമേണ രോഗിയുടെ വെയിറ്റും കുറഞ്ഞു വരും. ഈ കുടലിനെ ബൈപ്പാസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, കുടലിൽ നിന്ന് അമിത കൊഴുപ്പും ഗ്ലൂക്കോസും മറ്റും രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന, അതായത് അബ്സോർബ് ചെയ്യുന്ന ആ പ്രക്രിയ നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ആഹാരത്തിലുള്ള കൊഴുപ്പുകൾ രക്തത്തിലേക്ക് കയറുന്നില്ല. അതുകൊണ്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ രണ്ട് രീതിയിൽ, അതായത് റെസ്ട്രിക്റ്റീവ് പ്രൊസീജിയർ ആൻഡ് മാലബ്സോർപ്റ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വെയിറ്റ് കുറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള ചില പദാർത്ഥങ്ങളും കിട്ടാതെ വരും. അപ്പോൾ അതിന് നമ്മൾ രോഗികൾക്ക് സപ്ലിമെൻ്റ് കൊടുക്കേണ്ടി വരും. വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് കുറച്ച് നാളത്തേക്കെങ്കിലും സപ്ലിമെൻ്റ് ചെയ്യും. ഇത് താൽക്കാലികമായിട്ടാണോ നമ്മൾ ചെയ്യുന്നത്, അതോ എങ്ങനെയാണിത്? അല്ല, ഈ താൽക്കാലിക ചില ശസ്ത്രക്രിയകളുണ്ട്. അത് വീണ്ടും ശസ്ത്രക്രിയ, അതായത് അമിതവണ്ണം കുറഞ്ഞതിന് ശേഷം അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഭൂരിഭാഗം ഓപ്പറേഷനുകളും ഇറിവേഴ്സിബിളാണ്. അത് പെർമനൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം അമിതവണ്ണം കുറയ്ക്കാൻ വേറെ പല രീതികളും, അതായത് ഡയറ്റിംഗ്, വളരെയധികം ഡയറ്റ് ചെയ്യാം, എക്സർസൈസ്, ജിമ്മിലൊക്കെ പോയി വെയിറ്റ് കുറയ്ക്കുന്നവരുണ്ട്. പക്ഷേ ഈ ചെയ്യുന്ന ഇത് നിർത്തുമ്പോൾ തന്നെ വീണ്ടും വെയിറ്റ് അതുപോലെ അതാണ്. അത് ശരിയാണ് ഡോക്ടർ. ഞാൻ പലപ്പോഴും ഇപ്പോൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പുറത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പരസ്യങ്ങൾ ഇഷ്ടം പോലെ കാണാം. അമിതവണ്ണം നിങ്ങൾക്ക് ദുഃഖമോ, നിങ്ങളുടെ അമിതവണ്ണം കുറച്ച് തരാൻ നിങ്ങൾ സർജറി വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള ഒരു ഇതും വേണ്ട, നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്യാം, നിങ്ങൾക്ക് കുറേ എക്സസൈസ് ചെയ്യാം, അങ്ങനെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ പുറത്ത് കാണുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും? അതായത് നേരത്തെ പറഞ്ഞതുപോലെ, ഈ ഒരു ലെവലിൽ കഴിഞ്ഞാൽ ഇതൊന്നും എഫക്റ്റീവ് അല്ല. ഈ ചെറിയ ഒരു വണ്ണം കൂടുതൽ, അതായത് ഇപ്പം BMI അളവ് നോർമലി 24 താഴെ ആയിരിക്കണം. നമ്മൾ നോർമൽ BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ്, അതൊരു 24-30 ഇടയ്ക്ക് നമ്മൾ ഓവർ വെയിറ്റ് എന്ന് പറയും. അതായത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ വണ്ണം കൂടുതലുണ്ട്. ആ ഒരു ലെവലിലാണ് ഇതിനെല്ലാം പ്രസക്തിയുള്ളത്. വ്യായാമം, യോഗ, പിന്നെ എക്സർസൈസസ്, ഡയറ്റ്, ഇതെല്ലാം അതിൽ എഫക്റ്റീവാണ്. ഇതെല്ലാം ഒരു വെയിറ്റ് ഒരു 10-12 കിലോ 15 കിലോ വരെ വളരെ എളുപ്പത്തിൽ കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഈ അമിതവണ്ണം, ഈ ബേരിയാട്രിക് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്ന അമിതവണ്ണം എന്ന് പറയുന്നത്, ഒരാളിൻ്റെ ഇപ്പം ഒരു 70 കിലോ ഉള്ള ഒരാൾ ഒരു 140 കിലോ വെയിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് കുറയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് ഈ വ്യക്തികൾക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ കൊണ്ട് ആ ലെവലിലുള്ള എക്സർസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഇത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു ആ സമയത്ത് വീണ്ടും അതേപോലെ തന്നെ വെയിറ്റ് വെക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ബേരിയാട്രിക് സർജറിയിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു നമുക്കത് പെർമനൻ്റ് ആയിട്ട് വെയിറ്റ് കുറച്ച് നിർത്താൻ പറ്റും. എന്നാൽ പോലും നമ്മൾ ഡയറ്റും വ്യായാമവും ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം. അത് പ്രധാനമാണ്. കിംസിൽ ഇതിനുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ ഒബേസിറ്റി അല്ലെങ്കിൽ ഈ അമിതവണ്ണത്തിന് ചെയ്യുന്ന ചികിത്സാ രീതികളുടെ കിംസിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ള രീതികൾ ഏതൊക്കെയാണ്? അതായത് പ്രധാനമായിട്ടും ഈ ഒബേസിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രോഗികളെ പരിശോധിക്കാനും ചികിത്സിക്കാനും വേണ്ടിയിട്ട് ഒരു സമഗ്രമായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആവശ്യം. ഒരു കോംപ്രിഹെൻസീവ് ഒബേസിറ്റി സെൻറ്റർ അല്ലെങ്കിൽ ഒബേസിറ്റി ക്ലിനിക്ക് തന്നെ ആവശ്യമുണ്ട്. ആ ഒരു സജ്ജീകരണം നമ്മൾ കിംസിലുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറ്റീഷ്യൻ ഉൾപ്പെടും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉൾപ്പെടും, പ്ലാസ്റ്റിക് സർജൻ ഉൾപ്പെടും, എൻഡോക്രൈനോളജിസ്റ്റ് ഉൾപ്പെടും, മെഡിക്കൽ വിഭാഗത്തിലെ ഡോക്ടർമാർ, അതുപോലെ തന്നെ ഈ രോഗികൾ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അതാത് വിഭാഗത്തിലുള്ള സ്പെഷ്യലിസ്റ്റും ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് നമ്മളിവിടെ കിംസിൽ സജ്ജീകരിച്ചത്. അമിതവണ്ണം ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു രോഗി കിംസിലേക്ക് വരുവാണെങ്കിൽ അവരെ ആരെയാണ് ആദ്യം കാണേണ്ടത്? അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? എന്താണ് അവരിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്? ആദ്യമായി അവർ കാണുക ഒരു ഫിസിഷ്യനെ, ജനറൽ ഫിസിഷ്യനെ ആയിരിക്കും. ഈ ജനറൽ ഫിസിഷ്യൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് അവരുടെ വണ്ണത്തിൻ്റെ അളവ്, അതായത് ഉയരം, ശരീരഭാരം, ബാക്കി കൊഴുപ്പിൻ്റെ അളവ് മുതലായവയെല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് ഈ അമിതവണ്ണം ഉണ്ടാകാനുള്ള മെഡിക്കൽ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ചില ബ്ലഡ് ടെസ്റ്റും ബാക്കിയുള്ള ടെസ്റ്റുകൾ വഴി ആദ്യം നിർണ്ണയിക്കും. അതോടൊപ്പം തന്നെ ഈ രോഗി ഡയറ്റീഷ്യനെയും ഫിസിയോതെറാപ്പിസ്റ്റിനെയും കാണും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യായാമക്കുറവും ഭക്ഷണം അധികവും ആണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം. അപ്പം അവ രണ്ടും നിയന്ത്രിക്കും. അതിനുശേഷമായിരിക്കും ഈ രോഗി വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ആ സ്പെഷ്യലിസ്റ്റിനെ കാണുക. എന്നിട്ട് അതിനുള്ള മരുന്നുകളും തുടങ്ങും. മിക്കവാറുമുള്ള രോഗികൾ ഈ ഏർലി ഒബീസിറ്റി, അതായത് ഗ്രേഡ് 1 ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എന്നുള്ള പറയുന്ന ആ ഗണത്തിൽപ്പെടുന്ന രോഗികളെല്ലാം ഇതുമൂലം തന്നെ ഒരു 3-4 മാസം കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരുവിധമുള്ള പരിഹാരം കിട്ടാൻ സാധിക്കും. ഇതിലൊന്നും നിൽക്കാതെ ഇതിനപ്പുറത്തുള്ള അമിതവണ്ണത്തിനാണ് സർജിക്കൽ റെഫറൻസ് വേണ്ടി. ആ സമയത്താണ് ബേരിയാട്രിക് സർജറിക്ക് വേണ്ടി ഡോക്ടർമാർ ഇവരെ റെഫർ ചെയ്യുന്നത്. അതെ അതെ. ഇവിടെ കിംസിൽ ഇപ്പോൾ എത്രത്തോളം കേസസ് ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സക്സസ്ഫുൾ കേസസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അതായത് ഒബീസിറ്റി, അമിതവണ്ണമുള്ള രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. ഒരുപാട് കേസുകളുണ്ട്. അതിലൊരു 80% കേസുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഡയറ്റ്, എക്സസൈസ്, മെഡിസിൻസ് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന പ്രോബ്ലംസാണ്. ഒരു 20% രോഗികൾക്ക് ശസ്ത്രക്രിയ, പ്ലാസ്റ്റിക് സർജറി ആയാലും ബേരിയാട്രിക് സർജറി ആയാലും ആവശ്യം വരാറുള്ളൂ. നമ്മൾ കേരളത്തിൽ എല്ലാ മേജർ ഹോസ്പിറ്റലിലും ഇപ്പം അവൈലബിൾ എന്ന പോലെ നമ്മളും ഈ ബേരിയാട്രിക് സർജറി ഒരു ഏകദേശം 2006 മുതൽ ഇവിടെ സ്ഥിരമായിട്ട് ചെയ്തു വരുന്നതാണ്. നല്ല സക്സസ് റേറ്റ്സ് ആണ് അതിനുള്ളത്. തീർച്ചയായിട്ടും ഈ രോഗികൾക്കെല്ലാം വെയിറ്റ് നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഈ വെയിറ്റ് കുറയുന്നതിൻ്റെ കൂടെ ഉള്ള പ്രധാനപ്പെട്ട അവർക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം കുറയും. ഡയബറ്റീസിൻ്റെ തോത് കുറയും. ചിലർക്ക് മരുന്ന് ഉപേക്ഷിക്കാൻ പറ്റും. പ്രഷർ, ഹൈപ്പർ ടെൻഷൻ്റെ അളവ് കുറയും. ഡിസ്ലിപ്പിഡീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കുറയും. ഹൃദയത്തിന് ഉള്ള അസുഖങ്ങൾ അളവ് കുറയും. ഇതെല്ലാം അവർക്കൊരു ബോണസായിട്ട് ലഭിക്കുകയാണ്. വെയിറ്റ് കുറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആ രീതിയിൽ വളരെയധികം സക്സസ്ഫുൾ. തീർച്ചയായും ഒരുപാട് രോഗങ്ങൾ കുറയ്ക്കാൻ കഴിയും. പൂർണ്ണമായിട്ട് മരുന്ന് നിർത്താനും സാധിക്കും പലപ്പോഴും. എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു നമ്മളുടെ പ്രേക്ഷകർക്ക്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് ഇത്രയും മതിയാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുവിധം കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം കിംസ് ആരോഗ്യകാര്യത്തിലൂടെ ഇത്രയും വിവരങ്ങൾ, കുറച്ചധികം വിവരങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവച്ചു. ഒരുപാട് നന്ദിയുണ്ട്.